സാധാരണ രീതിയിൽ പുരുഷന്മാർ കീഴടക്കി വെച്ച മേഖലയാണ് സാഹസിക യാത്ര. വിപരീതമായി സ്ത്രീകളും ഈ മേഖലയിലേക്ക് കടന്നു വരികയാണ്. അവരെ നാട്ടിൽ നാജിയ എന്ന് പറഞ്ഞ സ്ത്രീ ലോകത്തെ പല രാജ്യങ്ങളും സന്ദർശിച്ചപ്പോൾ കേരളത്തിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒമാനിലെ സോഹാർ ക്യാമ്പസിലുള്ള അവരുടെ ഭാര്യ സലാറിലേക്ക് സൈക്കിളിൽ ഭാര്യയും മക്കളും യാത്ര രാവിലെ യാത്രാമാർഗങ്ങളും മംഗളങ്ങളും എല്ലാ സഹായ സാഹചര്യങ്ങളും എല്ലാവരും ചെയ്തു കൊടുക്കണം. കേരളത്തിൽ കൂത്തുപറമ്പ് സ്വദേശികളെ അവിടെ യാത്ര പുറപ്പെടുകയാണ്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഞങ്ങളങ്ങനെ മാഷാ അല്ലാഹ് ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ സോഹാർ KMCC ഞങ്ങളെ ഫ്ലാഗ് ഓഫ് ചെയ്ത് ഞങ്ങളെ ലക്ഷ്യത്തിലേക്ക് അയച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും സപ്പോർട്ട് മുന്നോട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളെല്ലാ വീഡിയോസും ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. മാക്സിമം എല്ലാവരും വീഡിയോസ് കണ്ട് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. ഞങ്ങൾ സോഹാർ മോസ്കിയിലെത്തി. മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ ആ ഒരു ടൈമിനേക്കാണ് ഞങ്ങൾ എത്തിയത്. ഞങ്ങളിന്ന് ഈവനിങ് ആണ് പരിപാടി വെച്ചത്. ഞങ്ങൾ വൈകുന്നേരം അപ്പോൾ 5 മണിയായിന്. ആ ഒരു ടൈം ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ഇനി യാത്ര ചെയ്യുന്നില്ല. ഞങ്ങൾ ഇവിടെ ഒരു 7 മണി 8 മണീൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും നല്ലൊരു പ്ലേസിലെത്തിയിട്ട് അവിടെ ടെൻ്റ് അടിക്കാനാണ് ഞങ്ങൾ ഈ പള്ളിയിൽ ഒരുപാട് പ്രാവശ്യം വരണമെന്ന് വിചാരിച്ച് നമുക്ക് പറ്റിയിട്ടില്ല. മാഷാ അല്ലാഹ് ഇന്ന് നമ്മൾ തന്നെ സ്വയം വണ്ടി ഓടിച്ച് സൈക്കിൾ ചവിട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഭയങ്കര ഒരു എന്താ പറയുക, അടിപൊളി. നല്ല എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ഈ പള്ളീനെ കുറിച്ച് പറയാൻ അറിയില്ല. അത് തന്നെ ഇത്രയും മനോഹരമായിട്ട് ഗാർഡൻ ഏരിയ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് വിശ്രമിക്കാനാവാനും ഒക്കെ ഞങ്ങളങ്ങനെ പള്ളീൻ്റെ അകത്തേക്ക് കയറി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആണുങ്ങൾ കൂടെ ഉള്ളതുകൊണ്ട് ആണുങ്ങൾ വേറെ പെണ്ണുങ്ങൾ വേറെ പോകണം. അങ്ങനെ നമ്മൾ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഞങ്ങൾ വേറെ പോയി. ഇതിൻ്റെ അകത്തുള്ള വീഡിയോസൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് ഇതുണ്ടോയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് അലോഡ് ആണോയെന്ന് അറിയില്ല. അതുകൊണ്ട് അതൊന്നും ഞങ്ങൾ കൂടുതൽ എടുത്തിട്ടില്ല. ഇത് അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ ഉള്ളതാണ്. മാഷാ അല്ലാഹ് പഠിച്ചതിന് ഭയങ്കര രസമുണ്ടല്ലേ കാണാൻ. ഇതിങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ ഭയങ്കര ഒരു പീസ്ഫുള്ളാണ്. ഭയങ്കര ഒരു സമാധാനമാണ്. കുറച്ച് നേരം ഇവിടെ കുറച്ച് നേരം, സത്യം പറഞ്ഞാൽ കുറച്ച് നേരം, അധികം നേരം, 1 മണിക്കൂർ നേരമെങ്കിലും ഞങ്ങളിവിടെ അങ്ങനെ ചിലവഴിച്ച് പോയി. സോഹാർ ഗേറ്റ് എത്തി നമ്മളിവിടെ നിന്ന് സ്റ്റേ ആക്കുന്നത് വെച്ചാൽ നമ്മൾ ഇറങ്ങുമ്പം കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം ടൈമായി. അപ്പോൾ നമുക്കിന്ന് സ്റ്റേ ആക്കാൻ വേണ്ടി ഒരു മലയാളി ഫാമിലി ഉണ്ട്. അപ്പോൾ അവരെ വീട്ടിൻ്റെ ആ ഒരു കോമ്പൗണ്ടിൽ നമ്മൾ സ്റ്റേ ആക്കും ഇൻഷാ അല്ലാഹ്. ഫസ്റ്റ് ഡേ ക്യാമ്പിംഗ് ആണ്. അങ്ങനെ ഞങ്ങളിവിടെ ടെൻ്റ് അടിക്കുന്നതാണ്. ഞങ്ങളിവിടെ ഒരു പള്ളിയിൽ കയറിയപ്പോൾ അവിടെ ഒരാൾ നമ്മളവരോട് ചോദിച്ച്, പരിചയമുള്ള ആളൊന്നുമല്ല, പക്ഷെ അവരോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ മലയാളിയാണെന്ന് കണ്ട് ഇങ്ങനെ നിങ്ങൾ വരുന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ടെൻ്റ് അടിക്കാൻ വേണ്ടി ഇവിടെ അപ്പം പറഞ്ഞ എൻ്റെ അനിയൻ്റെ വീടുണ്ട്, നമുക്കിവിടെ സ്റ്റേ ചെയ്യാമെന്നും പറഞ്ഞിട്ട് അവർ നേരെ കൂട്ടി വന്ന് നമുക്കിവിടെ ഒരു നല്ലൊരു പ്ലേസ് കാണിച്ചു തന്ന്. അതുകൊണ്ട് നമ്മളിതാ ഇവിടെ ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ഇന്ന് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ അതാ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും ഒരു ടെൻഷൻ ഉണ്ടായിന് എനിക്ക്. ഇന്ന് ഫസ്റ്റ് ഡേ ആണ്, താമസം എങ്ങനെയാണെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിന്. ഇപ്പോൾ ഇന്നെന്തായാലും സമാധാനത്തിൽ കിടന്നുറങ്ങാം. ടെൻറ്റ് സെറ്റ് ചെയ്യുന്ന നമുക്കിന്ന് മാഷാ അല്ലാഹ് കുഴപ്പമില്ല. നമ്മളൊരു വിധം എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ ആക്കിയിട്ട് നാളെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങും. ഇന്ന് നമ്മൾ ലേറ്റായി. നമ്മളെ പരിപാടിയെല്ലാം കഴിയുമ്പോഴേക്ക് കുറച്ച് ലേറ്റായി. നമ്മളെ സപ്പോർട്ട് ചെയ്ത നമ്മളെ സോഹാർ KMCC മെമ്പേഴ്സ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഭയങ്കര ഇതായി. ഞങ്ങൾക്ക് വലിയൊരു പ്ലാനിങ് ഒന്നും ഉണ്ടായില്ല. ഞങ്ങളിങ്ങനെ പോകണം, ഇറങ്ങണം, ഇങ്ങനെ 1-ാം തീയതി ഇറങ്ങണം എന്ന് അതൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ യാത്രക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു പരിപാടി പോലെ സെറ്റ് ചെയ്യണം ഒന്നും നമുക്ക് അറിയണ്ടില്ല. നമ്മൾ ഇന്നലെ സോഹാർ KMCCൻ്റെ ഒരു മെമ്പറെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ ഗ്രാൻഡായിട്ട് തന്നെ നമ്മളങ്ങ് ഏറ്റെടുത്ത് അവർ ഫുള്ള് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തന്ന് എല്ലാവർക്കും വലിയൊരു
താങ്ക്സ് ഉണ്ട്. നമുക്ക് നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല, നമ്മൾ പ്രതീക്ഷിച്ചതിനാ കാട്ടി മേലെ. അതുപോലെ നമ്മൾ അയ്യൂബ്ക്ക, നമ്മളെ സോഹാറിലൊരു ആളാണ് അയ്യൂബ്ക്ക, അവരും വന്ന് എല്ലാവരും KMCC വനിതാ ലീഗിൻ്റെ ആൾക്കാരും എല്ലാവരും വന്ന് നമ്മൾ എല്ലാവിധ രീതിയിലും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഇനി അങ്ങോട്ടും ഞങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ എന്തായാലും ഓരോ സ്ഥലത്ത് എത്തുന്നതിന് കണക്കായിട്ടുള്ള അപ്ഡേഷന് കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ചാനലിൽ കൂടി അറിയിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ടെൻറ്റ് ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അവർ കോഫി എല്ലാം ഉണ്ടാക്കി തന്ന്, ഒരു ചെറിയൊരു ഫാമിലിയാണ് അവർ. നമ്മൾ ടെൻ്റൊക്കെ അടിച്ച് ഇനിയിപ്പോൾ ഫുഡിൽ നിന്ന് നമുക്ക് ഇവർ ഓർഡറാക്കി തന്നു. അപ്പോൾ അവർ കഴിച്ചിട്ട് നമ്മൾ കിടക്കും. ഇൻഷാ അല്ലാഹ് നാളെ വീണ്ടും നമ്മൾ യാത്ര ആരംഭിക്കും. ബൈ ഓൾ. അസ്സലാമു അലൈക്കും. എല്ലാവരും ദുആ ചെയ്യണം. എല്ലാവരും വീഡിയോ മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കണം.